മക്കളെ, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുകൾ 2 മാർക്സിനൊക്കെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന് ചെയ്യുക മീൻസ് ഇത് എളുപ്പമാണ് ചെയ്യാനായിട്ട്, പക്ഷേ തെറ്റാനുള്ള സാധ്യതകൾ അതുപോലെ ഉണ്ട്. കാരണം കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഉണ്ടാവുക. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ക്വസ്റ്റ്യൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേട്ടാ. കൺസ്ട്രക്ട് എ 2x2 മെട്രിക്സ് ഹൂസ് എലമെന്റ്സ് ആർ ഗിവൺ ബൈ aij is equal to i plus j the whole square by 2. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് മക്കൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ തെറ്റാനുള്ള സാധ്യതകളുണ്ട്. സൈനൊക്കെ വരുമ്പോഴും സ്ക്വയറും ക്യൂബും ഒക്കെ വരുമ്പോഴും ഒക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പം നമുക്കിത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കിയിടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 2x2 മെട്രിക്സ് ആണ് ഫോം ചെയ്യേണ്ടത്. സച്ച് ദാറ്റ് അതിൻ്റെ അകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഓരോ എലമെൻസുകളുടെയും ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? aij i plus j the whole square by 2 എന്ന രീതിയിലായിരിക്കും വരുന്നത്. അതായത് 2x2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു മെട്രിക്സിന് 2 റോസും 2 കോളവും ആയിരിക്കും പ്രസന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഇൻ ജനറൽ എങ്ങനെ എഴുതാൻ പറ്റും? ആൻസറിലേക്ക് വരുമ്പോൾ it is given that in general ഒരു 2x2 മെട്രിക്സ് എങ്ങനെ ഇരിക്കും? in general a 2x2 matrix is given by എങ്ങനെയായിരിക്കും? ഞാനൊരു ക്യാപിറ്റൽ എ കൊണ്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. 2 റോസും 2 കോളവും കാണും. അപ്പോൾ അതെങ്ങനെ വരൂടാ? ഫസ്റ്റ് റോയിലെ എലമെന്റ് A11, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് A12. അപ്പൊ തന്നെ 2 കോളമായില്ലേ. ഇനി നമുക്ക് കോളം എഴുതാൻ പറ്റത്തില്ല, ഒരു റോയും കൂടെ വേണം. അപ്പൊ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ഈസ് A21 ആൻഡ് സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ഈസ് A22. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയായിരിക്കും ഒരു 2x2 മെട്രിക്സ് എന്ന് പറയുന്നത്. സിസ്റ്റർ അതിന് 2 റോസും 2 കോളവുമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ അതിൻ്റെ ജനറൽ ഫോർമാറ്റ് aij വെച്ചിട്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ 2x2 മെട്രിക്സ് വരണമെങ്കിൽ 2 റോയും കണ്ടോ 2 കോളവും. അപ്പോൾ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 × 2 4 എലമെന്റ്സുകളുണ്ട്. 1 2 3 4 കണ്ടോ. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ എലമെന്റ്സുകളും, അതായത് ഇവിടെ 4 എലമെന്റ്സുകളുണ്ട്, ഈ 4 എലമെന്റ്സുകളും കണ്ടുപിടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ 2x2 മെട്രിക്സ് കിട്ടും. വളരെ എളുപ്പമെന്നല്ലേ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് തന്നിരിക്കുന്നത്? aij given that നമുക്ക് തന്നിട്ടുണ്ട് aij എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? i plus j the whole square divided by 2. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഐക്കും ജെയ്ക്കും കറസ്പോണ്ടിങ്ലി എന്താണോ അതിൻ്റെ വാല്യൂ, ആ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എലമെന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് A11 ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചോ. ഓക്കെ, aij ആണ് ജനറൽ ഫോം, A11 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ i ആണ് റോയുടെ എണ്ണം, j ആണ് കോളത്തിന്റെ എണ്ണം. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈ കേസിൽ i എന്ന് പറയുന്നപ്പോൾ ആരാ? 1 ആണ്. കാരണം 1 ആണ് ആദ്യം കിടക്കുന്ന നമ്പർ, അതാണ് റോയ്. സോ i is equal to 1, j is equal to ആരാണ്? 1 ആണ്. അപ്പൊ i-യും 1 ആണ്, j-യും 1 ആണ്. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്താൽ മതി? അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയേക്കുന്നതിൻ്റെ അകത്ത് i-യുടെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക, j-യുടെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക, A11 കിട്ടും. എളുപ്പമല്ലേടാ. അപ്പൊ ഇവിടെ A11 നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഇതാണ് ഇക്വേഷൻ. അപ്പോൾ 1 + 1 the whole square divide by 2 which is equal to 1 + 1 is 2 square divide by 2 is equal to 4/2 which is equal to 2 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് A11. മനസ്സിലായോ? അടുത്തത് നോക്കിയടാ, ഇറ്റ് ഈസ് A12. അതാണല്ലോ അടുത്ത എലമെന്റ്. ഈ എലമെന്റ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. അപ്പൊ ഇവിടെ എന്ത് മാറ്റം വരും? ഐയുടെ സ്ഥാനത്ത് 1 plus j-യുടെ സ്ഥാനത്ത് 2 the whole square divide by 2 which is equal to 1 + 2 is 3 square divide by 2 which is equal to 9/2 എന്ന് കിട്ടുന്നു. മനസ്സിലായോ? ഇവിടെ ഞാൻ ഐയുടെ സ്ഥാനത്ത് 1, j-യുടെ സ്ഥാനത്ത് 2 ഇതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് എല്ലാ കേസിലും അങ്ങനെ എഴുതണം എന്നില്ല, കുറച്ച് ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്തതാണ് A21. നോക്കിയടാ, A21 ആണ് ചെയ്യാൻ പോകുന്നത്. A21 ഐയുടെ സ്ഥാനത്ത് ആരാ ഇവിടെ കിടക്കുന്നത്? ഐയുടെ സ്ഥാനത്ത്
2ഉം ജെയുടെ സ്ഥാനത്ത് 1ഉം ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരൂടാ? 2 + 1 the whole square divided by 2 which is equal to 2 + 1 is 3 square divided by 2 which is equal to അതും എത്ര എന്ന് കിട്ടി? 9/2 എന്ന് കിട്ടി. ഇനി അടുത്ത ലാസ്റ്റ് എലമെന്റ് ആണ് A22 എന്ന് പറയുന്നത് അല്ലേ? A22 അവിടെ ഐയുടെ സ്ഥാനത്ത് 2, ജെയുടെ സ്ഥാനത്തും 2. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? 2 + 2 the whole square divided by 2 which is equal to 4 square, that is 16/2 is equal to 8. 2 + 2 is 4, 4ന്റെ സ്ക്വയർ 16, the whole divided by 2 that is 8 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത്രയും കണ്ടുപിടിച്ച് വെച്ചാൽ പോരെ, നമുക്ക് ആ മെട്രിക്സ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ കിട്ടിയേക്കുന്ന വാല്യൂസ് ഒക്കെ തന്നെ നമുക്ക് ആ മെട്രിക്സിലേക്ക് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore A എന്ന് പറയുന്നിടത്ത് എന്താണ്? ഇത്രയും ചെയ്തു വെച്ചിട്ട് ഇനിയും തെറ്റിക്കരുത്. A11 എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. A11 is എന്താ? 2 ആണ്. അപ്പോൾ A11 കിടന്നെടുത്ത് ആ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A12 എന്ന് പറയുന്നത് നമുക്ക് 9/2 കിട്ടി. സോ ദെൻ അവിടെ നമുക്ക് 9/2 കൊടുക്കാം. അടുത്തത് 9/2 ആണ്, അടുത്തത് 8 ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് മെട്രിക്സ് കിട്ടിയേക്കുന്നത്. സോ ദിസ് ഇസ് ദ 2/2 മെട്രിക്സ് എന്ന് പറയുന്ന മെട്രിക്സ് വിത്ത് ദ ഫോം Aij is equal to I + j the whole square divided by 2. മനസ്സിലായിട്ട്? അപ്പോൾ ആ ഫോം മാറുന്നതനുസരിച്ച് വാല്യൂസിന് വ്യത്യാസം വരും. ആ ഒരു ഫോം വെച്ചിട്ടുള്ള ഒരു 2/2 മെട്രിക്സ്. ഇത് 2/2 മാത്രമാകത്തില്ല, ചിലപ്പോൾ 3/4 ആയിരിക്കും, ചിലപ്പോൾ 3/3 ആയിരിക്കും. അവിടെ റോസിൻ്റെയും കോളത്തിൻ്റെയും എണ്ണം മാറുന്നതനുസരിച്ച് എന്ത് കണ്ടുപിടിക്കണം? ആ എലമെന്റ്സുകൾ കണ്ടുപിടിക്കണം. ആ വാല്യൂ അതേപോലെ തന്നെ പോയി കാൽക്കുലേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. വളരെ എളുപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നാമത് നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ളത് ഇതാണ്. ജനറൽ ഫോമാറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ബേസിക് കാൽക്കുലേഷൻ ആണ്, പ്രത്യേകിച്ച് ഒന്നും തന്നെ പാടായിട്ടില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. ദാറ്റ് ഈസ് ദ മെട്രിക്സ് A will be 2, 9/2, 9/2, 8 with the order 2/2. മനസ്സിലായോ?